വരണം സാർ. ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കാതെ വാടൂ. കുറെ നേരമായി ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇരിക്കേ. വേണ്ട അങ്കിൾ, ഇരിക്കാ. നീ മിണ്ടരുത്. മോളെ, നിങ്ങൾ ഇവന്റെ ഫ്രണ്ട്സ് അല്ലേ? നിങ്ങളല്ലേ ഇവനെ ഉപദേശിച്ചു കൊടുക്കേണ്ടത്? ഇന്ന് എന്തായിരുന്നു റേഡിയോയിലൂടെ ഇവന്റെ അട്ടഹാസവും വെല്ലുവിളിയും നാട്ടുകാർ മുഴുവൻ കേട്ടില്ലേ? ഒരു കല്യാണ കാര്യവും പറഞ്ഞു. അത് കോടതിയിലും ഇതിനെക്കുറിച്ചായിരുന്നു എല്ലാവരുടെയും സംസാരം. എന്തായാലും ഇത്രയും വേണ്ടായിരുന്നു മോനെ. അമ്മ, അത് അവള് ഇത് കൊള്ളാം. കഴിഞ്ഞതൊക്കെ പറയാനും കരയാനുമാണോ ഞങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയത്? അങ്കിൾ, ആന്റി, ഇനി എന്താ വേണ്ടേന്ന് ആലോചിക്ക്. അതാ നല്ലത്. അതാ നല്ലത്. കോളേജ് വെച്ച് ഇവനെ ഒരേ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, കല്യാണം. വേണമെങ്കിൽ ആരെങ്കിലും പ്രേമിക്കാൻ ഞങ്ങൾ പറഞ്ഞതാ. അതിന് പറ്റിയ സിറ്റുവേഷനും ആയിരുന്നു അവിടെ. അവിടെ ഇനി പുതിയ അഡ്മിഷൻ എപ്പോഴാന്ന് അറിയ എനിക്കും കൂടെ ചേരായിരുന്നു. നിങ്ങളെല്ലാം കൂടി പാവ ഈ പോണ്ടിച്ചേരിനെ വിഷമിപ്പിക്കാതെ കല്യാണം അങ്ങ് നടത്തി കൊടുക്ക്. അന്നാമച്ചേർത്ത് പറഞ്ഞായിരുന്നു ശരി. നമുക്ക് വിവേകിന്റെ കല്യാണം ഒക്കെ നടത്തി കൊടുക്കാം. അതെ. അങ്കിൾ എന്താണ് ഈ പറയുന്നത്? അതെ, ശൈശവ വിവാഹം നിരോധിച്ചിരിക്കുകയാണ്. IPC 300 ചെല്ലുവാനാണെന്ന് തോന്നുന്നു. അങ്കിളിനോടും ഫ്രണ്ട്സിനോടും വരാൻ പറഞ്ഞത് ഇവനെ ഒന്ന് ഉപദേശിച്ചു മാറ്റാൻ വേണ്ടിട്ടാ. ഒരു ഭർത്താവാകാനുള്ള പ്രായം, പാകത അതൊന്നും ആയിട്ടില്ല ഇവന്. സ്വന്തമായിട്ടൊരു ജോലി പോലും ഇല്ല. റിസൾട്ട് വന്ന ഉടനെ ജോലി ശരിയാവില്ലേ? അതെ. ആന്റി, നിങ്ങളെക്കാൾ ഇവനെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ളവരാ ഞങ്ങള്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആത്മാർത്ഥമായിട്ട് പറയാം, ഇവന്റെ മനസ്സിൽ വിവാഹം അല്ലാതെ മറ്റൊന്നുമില്ല. നമുക്കെല്ലാവർക്കും കൂടി ഇതങ്ങ് നടത്തി കൊടുക്കാം. ഇന്നലെ രാത്രി ഇവൻ കല്യാണക്കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ ചിരിച്ചു. ഇപ്പത്തെ നാട്ടുകാരും ചിരിച്ചു തുടങ്ങി. അങ്ങനെ ചിരിക്കാനുള്ള സബ്ജക്റ്റ് ആണോ രക്ഷാകർത്താക്കളും മോനും? സമ്മതിക്കാൻഡി. പ്ലീസ് അങ്കിൾ. അങ്കിൾ പ്ലീസ്. പ്ലീസ് ആന്റി. എല്ലാവർക്കും അതാണ് അഭിപ്രായമെങ്കിൽ എല്ലാവരും ഉദ്ദേശിച്ചത് തന്നെയാ. തന്റെ അഭിപ്രായം പറ. സമ്മതിക്കടോ. കൊന്നാലും സമ്മതിക്കരുത്. നീങ്ങ വാ. നിനക്ക് വേണം. അനന്തൂട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ ശരിക്കൊന്ന് ആലോചിക്കും. നീ വിചാരിക്കുന്ന പോലെ അല്ല കല്യാണം. ഈ കല്യാണ ദിവസം കല്യാണ ചെറുക്കൻ ഒടുക്കത്തെ ചിരിയും തമാശയൊക്കെ ആയിരിക്കും. കല്യാണ പെണ്ണാണെങ്കിലോ വൃത്തികെട്ട കരച്ചിലും. അടുത്ത ദിവസം മുതൽ അവൻ കരയും, അവൾ ചിരിക്കും. മോനെ, ഈ കല്യാണം എന്ന് പറയുന്ന ഒരു പ്രഹേളി കഥകളിയാണ്. അതുകൊണ്ടല്ലേ ഞാൻ കല്യാണം കഴിക്കാത്ത. എനിക്ക് വേണമെങ്കിൽ. അച്ഛാ, എന്റെ ഉറച്ച തീരുമാനം ആണോ? അപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഓക്കെ. നമ്മുടെ ട്രീസ ഇല്ലേ? ട്രീസയ്ക്ക് എന്ത് പറ്റി? ചെറുപ്പം മുതലേ നിന്റെ കൂടെ ഒന്നിച്ച് പഠിച്ച കുട്ടിയല്ലേ? നല്ല സ്വഭാവവും നിന്റെ രീതികളും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒക്കെ അവൾക്ക് ശരിക്കും അറിയുകയും ചെയ്യാം. പിന്നെ 2 കാസ്റ്റ്. എടാ, കുട്ടി നല്ലതാണെങ്കിൽ കാസ്റ്റ് ഏതായാലും എന്താ? ഞാനൊന്ന് സംസാരിക്കട്ടെ SP യോട്. എന്ത്? നിന്റെ പ്രപ്പോസല് ട്രീസയുമായിട്ട് എന്താടാ? അച്ഛാ, ഞാനും ജഹാംഗീറും പിഷാരടിയും ട്രീസയൊക്കെ വളരെ നല്ല ഫ്രണ്ട്സാ. ഫ്രണ്ട്സ് മാത്രം, കുടുംബമാക്കാൻ വേണ്ടിട്ടല്ല, എന്നും നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ്. അതിൽ ഇങ്ങനെ ഒരു കളർ കൂട്ടിച്ചേർക്കുന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ആണോ? ശരി. നമ്മുടെ ചന്ദ്രമാമന്റെ മകൻ ഗോപി ഇല്ലേ? അയാളുടെ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന മകളുടെ പേര്? അയ്യോ, അതൊന്നും വേണ്ട. എന്നിട്ട് വേണം നന്ദിനി മേഡത്തിന്റെ കൊച്ചിന്റെ മകളുടെ കാര്യം ആലോചിച്ചുകൊണ്ട് വരാൻ. നമുക്ക് മാരേജ് ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ആണോ? എന്നാ പിന്നെ നാളെ തന്നെ ഏതെങ്കിലും മാരേജ് ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ. നീ അവിടെയല്ലേ കിടക്കുന്നത്? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി മോനെ. മാരേജ് ബ്യൂറോയിൽ നിന്ന് രജിസ്റ്റർ ചെയ്യണ്ട, വല്ല പത്രത്തിൽ കൊടുത്താ പോരെ? അത് വേണ്ട. നീ കേട്ടിട്ടില്ലേ പണ്ടൊരാൾ പത്രത്തിൽ പരസ്യം കൊടുത്തത്? നല്ലൊരു ഭാര്യ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. 50,000 മറുപടിയല്ലേ വന്നത്. എന്റെ ഭാര്യ എടുത്തോ, എന്റെ ഭാര്യ എടുത്തോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബ്യൂറോ മതി. നീ പോയി കിടന്നുറങ്ങ്.